ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ചിന്റെ വീഡിയോ ആണ്. നോൺ വെജ് ഒന്നും ഇല്ലാത്തൊരു ലഞ്ച്. വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കണ മട്ടരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോറാണ് ഇത്. നമുക്ക് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുരിങ്ങയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പും മുരിങ്ങയുടെ ഇലയും തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചോട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വേവണോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ അരക്കണയിൽ വെളുത്തുള്ളി ചേർക്കണതിന് പകരം ഞാനിങ്ങനെ ചതച്ചിട്ടാണ് ഇടാറ്. പരിപ്പ് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് മുരിങ്ങയുടെ ഇല ഒന്ന് ഊരിയെടുക്കാം. ഇതാ കണ്ടോ, ഇത്ര തണ്ട് മുരിങ്ങയുടെ ഇല ഈ പാക്കറ്റിലുള്ളൂ. ഇത് ഞാനിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. 2 ദിറംസ് 99 ഫിൽസിനാണ് ഇത് മേടിച്ചത്. നമ്മളെ നാട്ടിലെ ഏകദേശം 70 രൂപയോളം വരും. ലുലു സഫാരി പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ 4.5 ദിറംസ് 5 ദിറംസ് ഒക്കെ ഉണ്ട് വില. ഈ 4-5 തണ്ട് മുരിങ്ങയുടെ ഇലയുടെ കാര്യമാണ് കേട്ടോ ഇപ്പൊ ഈ പറയണത്. എന്തായാലും മുരിങ്ങയുടെ ഇല നല്ല ഫ്രഷ് ആയിരുന്നു. ഞാനിത് അവിടെ അതെല്ലാം നന്നായി ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിറയെ പൊടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റാസൽ ഗൈമ അതുപോലെ അലൈൻ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. നന്നായി പൊടിയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 5-6 വെള്ളത്തിലൊക്കെ നന്നായി കഴുകി ഊറ്റിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 2-3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. ഒട്ടും തരിതരിപ്പ് പാടില്ല. അപ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ പരിപ്പ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അമർത്തി ഇളക്കി കൊടുത്താൽ തന്നെ ഉടഞ്ഞു കിട്ടും. ഞാനിവിടെ തുവരപ്പരിപ്പിന് പകരം റെഡ് കളറായിട്ട് വരുന്ന ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിക്കാറ്. ഈ റെഡ് കളർ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തുവരപ്പരിപ്പെന്ന് വലിയ വ്യത്യാസമൊന്നും തോന്നൂല. വെന്ത് കഴിഞ്ഞാലും മഞ്ഞ കളറായി മാറും അത്. ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ കറിയിൽ മുളക് പൊടി ഇതുവരെ ചേർത്തിട്ടില്ല. ഞാൻ എപ്പോൾ ഇലക്കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇനി ഈ പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഈ മുരിങ്ങയുടെ എല്ലാ പരിപ്പും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് ഒക്കെ തിളക്കേണ്ടി വരും. അപ്പോഴാണ് ഈ മുരിങ്ങയുടെ ഇല ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നമ്മളെ നാട്ടിലെ മുരിങ്ങയുടെ ഇല ആണെങ്കിൽ ഒരു തള വരുമ്പോഴത്തേനും നന്നായി വെന്ത് വരാറുണ്ട്. പക്ഷെ ഇവിടുത്തെ മുരിങ്ങയുടെ ഇല എന്താണെന്നറിയില്ല, ഒരു 4-5 പ്രാവശ്യമൊക്കെ തിളച്ചാലാണ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നാട്ടിലുള്ള മുരിങ്ങയുടെ ഇലയ്ക്ക് വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് ടേസ്റ്റ് വരും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടുത്തെ മുരിങ്ങയുടെ ഇലയ്ക്ക് അങ്ങനെ ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ കയ്പ് ടേസ്റ്റ് ഒന്നും ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ മുരിങ്ങയുടെ ഇലയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതൊന്ന് നോക്കിയിട്ട് ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ദാ നമ്മളെ മുരിങ്ങയുടെ ഇല ഇവിടെ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. ഇന്ന് ഞാൻ ഒരുപാട് വെള്ളം പോലെയുള്ള കറിയല്ല ഉണ്ടാക്കണത്. കുറച്ചൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ്. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാം. ആ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബാക്കിയുള്ള തേങ്ങയും കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു ചെറിയ തള വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാറില്ല. ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേനും ഞാൻ തീ ഓഫ് ആക്കാറുണ്ട്. അല്ലെങ്കിൽ ആ തേങ്ങയൊക്കെ വെന്തിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമ്മൾ കറിയിൽ ഏകദേശം ഒരു തള വന്നു തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തുണ്ട്. ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തു. ഇനി ഈ ഉള്ളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഈ കറിവേപ്പിന്റെ ഇലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതുപോലുള്ള ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് വറുത്തിടുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വറുത്തിടാറുണ്ട്. നമുക്ക് ഇനി ഈ വറവ് കറിയിലേക്ക് ചേർക്കാം. ഇപ്പൊ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയുടെ ഇല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളി മൂപ്പിച്ചതിന്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ.
ഇനി ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കണേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ കറി ഇവിടെ സെറ്റായി. ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതുപോലെ ക്യൂബാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇനി ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കണ ഈ ഉപ്പേരി മെഴുക്കുവരട്ടി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തോനെ ഉള്ളി കുത്തി വറുത്തിട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കണം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. എനിക്ക് ഈ ഉപ്പേരിയിൽ നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ നുറുക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മുളക് പൊടിയും ഉള്ളിയൊക്കെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഈ ഉപ്പേരിയിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇപ്പം ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കിനി ഈ പാത്രം ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനും മറക്കരുത്. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിക്കണോണ്ട് ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിച്ചുകൊണ്ട് എനിക്കങ്ങനെ അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റീലിൻ്റെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നമ്മളെ കിഴങ്ങുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം ഒന്നുമില്ല. ഞാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ചോറ് വിളമ്പിയാലോ. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വിളമ്പിയുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുരിങ്ങയുടെ ഇലക്കറി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങുപ്പേരി, ഒരു പപ്പടം കൂടെ വെക്കാം. ഇനി അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുള്ള കടുമാങ്ങ അച്ചാറ്, ഒരു കൊണ്ടാട്ട മുളകും കൂടെ വെക്കാം. ഇതും അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇത് ഇന്നലത്തെ ബാക്കി കുറച്ച് പൈനാപ്പിൾ പച്ചടിയാണ്, അതും കൂടെ വെക്കാം. ഇപ്പം ഇന്നത്തെ അടിപൊളി ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.